അറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചത്. ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇസ്രായേൽ ജാതിയെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിരുന്നു. അതുകൊണ്ട് അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തുടർന്ന് നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് അവരുടെ സ്വഭാവത്തിൽ 3 മരമായിട്ട് അവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി അത്തി, ആത്മീയമായി മുന്തിരി, ബുദ്ധിപരവും സാംസ്കാരികമായി ഒലിവ്. ഈ 3 വൃക്ഷവുമായിട്ട് അവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹോശേയ 9:10 മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഇസ്രായേലിനെ കണ്ടെത്തി എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, അത്തവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്നു. മുന്തിരി ആയിട്ട് കാണുന്നുണ്ട്. അത് മുന്തിരി എന്ന് പറയുന്ന ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവരെ കണ്ടത്. രാഷ്ട്രീയമായിട്ട് അത്തി, യേശുക്രിസ്തു തന്നെ പറഞ്ഞാണല്ലോ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതുപോലെ തന്നെ യേശു അത്തിയെ ശപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫലമില്ലാത്തതിനാൽ അത്തിയെ നോക്കി ശപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സങ്കീർത്തനം 128 ഒലിവിനോട് അവരെ ഉപമിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അന്നേരം ഈ 3 കാര്യങ്ങൾ അവരെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ യേശു പറയുന്നുണ്ട്, ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിയാതെ തന്നെ ഈ വചനം ഒഴിഞ്ഞു പോവുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 24 32 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അന്നേരം കർത്താവിൻ്റെ സമയത്ത് റോമൻ എംപയർ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, ഇസ്രായേലെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വലിയ ടാക്സും ഒക്കെ പേ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അത് പുറത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആകെ അവർക്കുള്ളത് എന്തായിരുന്നു? അവർക്ക് ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്ന ഈ ദേവാലയം മാത്രമേ ഉള്ളായിരുന്നു. ആ സിറ്റി പോലും റോമൻസിൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. ആ ദേവാലയം മാത്രമേ ഉള്ളായിരുന്നു അവരുടെ കൺട്രോളിലുണ്ടായിരുന്നത്. കാരണം ദൈവം അവർക്ക് കൊടുത്തു എന്നുള്ള ഒരു വിശ്വാസത്തിൽ റോമ ഗവൺമെൻറ് ആ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരതിനകത്ത് അവരുടെ യാഗങ്ങൾ കഴിക്കാനും പ്രാർത്ഥന കഴിക്കാനും ഒക്കെയുള്ള പെർമിഷൻ അവർക്ക് കൊടുക്കുകയായിരുന്നു. യഹൂദൻ യെരുശലേമിൻ ദേവാലയത്തെക്കുറിച്ച് വലിയ എരിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 24 അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനെ ദേവാലയം കാണിക്കാനായിട്ടും അവൻ്റെ പണി കാണിക്കാനും കൊണ്ടുപോയി. ഹെരോദാവ് എത്രയോ വർഷങ്ങളായിട്ട് അത് റീബിൽഡ് ചെയ്ത് അത് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ദേവാലയമാണ്. അത് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അന്നേരം യേശു അവരോട് പറയുന്നതാണ്, ഇതെല്ലാം കാണുന്നില്ലേ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്നേരമാണ് ഈ 24-ാം അധ്യായത്തിലെ ലോകാവസാനത്തിനുള്ള അടയാളവും വരവിൻ്റെ അടയാളവും ഒക്കെ യേശുവിനോട് ചോദിക്കുന്ന കാര്യം. അന്നേരമാണ് അവർ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആ 24-ാം അധ്യായം മുഴുവൻ അതിൽ കാണുന്നുണ്ട്. എന്നാൽ യേശുവിനെ യഹൂദന്മാർ കൈക്കൊള്ളുന്നില്ല. അതാണ് കാണുന്നത്. യേശുവിനെ യഹൂദന്മാർ കൈക്കൊള്ളുന്നില്ല. യേശു പറയുന്നുണ്ട്, അത് തന്നെ യേശു പറയുന്നുണ്ട്. യോഹന്നാൻ 5:43 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ആരാണ് ഈ സ്വന്തം നാമത്തിൽ വരുന്നവൻ? ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആൻറ്റിക്രൈസ്റ്റ് വരും, എന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, യഹൂദന്മാർ യേശുവിനെ ഒന്നും കൈക്കൊള്ളുന്നില്ല. ഇനി അതിന് ആ വഴിയിലേക്ക് അവർ വരത്തുമില്ല. ഇപ്പോഴും അവർ മെശിഹായെ കാത്തിരിക്കുക, വരുമെന്ന് പറഞ്ഞിട്ട്. അവർ വന്ന യേശു മെശിഹ ഒന്നും അല്ല. മെശിഹ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഇരിക്കുക. മെശിഹ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ വലിയൊരു രാജാവ്, യുദ്ധം നടത്തി ജയിക്കുന്ന ഒരു രാജാവ് എന്നൊക്കെയുള്ള അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു വലിയ രാജാവ് എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരുമെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം വരുന്ന സമയത്ത് ഇവിടെ വലിയൊരു കാവോസ് ആയിരിക്കും. ആ സമയത്ത് കർത്താവിൻ്റെ വൃതന്മാരും എല്ലാവരും ഇവിടുന്ന് എടുക്കപ്പെടും. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുക്കപ്പെടും. നമ്മൾ റാപ്ചറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് പറയാം. എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു കാവോസ് ആയിരിക്കും. അന്നേരം എന്താണ്, ലോകം മുഴുവൻ വലിയൊരു പ്രയാസത്തിൽ കൂടി, പലരെയും കാണാനില്ല, പലരെയും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എല്ലാം വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടി പോയി. ആകാശത്തു നിന്നൊക്കെ സാറ്റലൈറ്റും കണക്ഷനും ബാക്കിയുള്ള എല്ലാം പോയി, എല്ലാം വല്ലാതെ ആയിരിക്കുമ്പോൾ അങ്ങനൊരു സ്റ്റേജിൽ വരുമ്പോൾ ഒരുത്തൻ പൊങ്ങി വരും.
അവൻ വരുന്നത് ഇതേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന്, ഒരു കോണിൽ നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് വരുന്ന സ്ഥലം സിറിയ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് യഹൂദന്മാരുടെ ഗോത്രത്തിൽ നിന്ന്, അവൻ്റെ രക്തത്തിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്കറിയത്തില്ല. അത്രയൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസംഷൻസ് ഉണ്ട്, പല അസംഷൻസ് ഉണ്ട്. പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഒരു രീതിയിലും, കാരണം ഈ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്, ഫ്യൂച്ചറിൽ അതുകൊണ്ടാണല്ലോ ഇന്നും ഈ വെളിപ്പാട് പുസ്തകവും ഇങ്ങനെയുള്ള പ്രവചന പുസ്തകങ്ങൾ ആളുകൾ അധികം പഠിപ്പിക്കാത്തതിൻ്റെ കാര്യം അതാണ്. കാരണം പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് തെറ്റിക്കുന്നതുകൊണ്ട്, കാരണം പല കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇത്തിരി ചിന്തകൾ ആളുടെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാത്തത്. അത് പിശാചിൻ്റെ ഒരു കളിയാണ്. വെളിപ്പാട് പുസ്തകം ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ഇതനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന വേറൊരു പുസ്തകമില്ല. അതുകൊണ്ട് ആ പുസ്തകം വായിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ പിശാച് ഉണ്ടാക്കിയിരിക്കുകയാണ്. പലരെ കൊണ്ട് പല രീതി ഇൻ്റർപ്രറ്റ് ചെയ്യിപ്പിച്ച് ഇതെല്ലാം തെറ്റാണ്, ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിശാച് പല കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആരും അത് വായിക്കുക പോലുമില്ല, എങ്ങും പ്രസംഗിക്കത്തുമില്ല ആണ്. അതുകൊണ്ട് ഞാൻ ഇതിപ്പം പറയുമ്പോഴേ കോമണായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ആൻറ്റി ക്രൈസ്റ്റ് വരുമെന്നുള്ള ഉറപ്പാണല്ലോ. എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള രണ്ടാമത്തെ വിഷയം. അതും നമ്മൾ ആൻറ്റി ക്രൈസ്റ്റ് എവിടുന്നാണ് വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അന്നേരം ചിന്തിക്കാം. അപ്പോൾ എൻ്റെ നാമത്തിൽ ഒരുത്തം വരും, സ്വന്തം നാമത്തിൽ, എന്നാൽ അവൻ നിങ്ങളെ കൈക്കൊള്ളും. അതിന് ആ സമയത്ത് ലോകം ആ രീതിയിലായിരിക്കുമ്പോഴേ അവർക്ക് അത് കൈക്കൊള്ളാതിരിക്കാൻ പറ്റത്തില്ല. അവനൊരു സമാധാനം കൊല്ലാനായിട്ട് വരും. യഹൂദന്മാർക്ക് അറിയാമായിരുന്നു യേശു എവിടെ ജനിക്കുമെന്ന്. യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. മീഖ 5:2 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവന് എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് കാണാം. ഒന്ന്, ബേത്ലഹേമിലാണ് വരുന്നത്. യഹൂദയിൽ നിന്ന് ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കുന്നവൻ ജനിക്കേണ്ടതാവും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതെന്ന് വെച്ചാൽ ഹിറ്റ്സ് ആൻസിസ്ട്രൽ എവർലാസ്റ്റിംഗ് എന്ന് പണ്ട് അനാദിയായും ശാശ്വതമായും ദൈവം. അതിന് ദൈവം മശിഹ ബേത്ലഹേമിൽ ജനിക്കണം എന്ന് 500 വർഷത്തിന് മുമ്പ് മീഖ പറഞ്ഞിട്ടുണ്ട്. ഇത് എഴുതിയ യേശു ജനിച്ചതിന് മുമ്പ് 500 വർഷത്തിന് മുമ്പ്. അന്നേരം ബേത്ലഹേമിൽ യേശു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നു. അവരേകദേശം ആ ഇൻസിഡൻ്റ് ഉണ്ടാകുന്നതിന് ഏകദേശം 2 വർഷത്തിന് മുമ്പ് യാത്ര ചെയ്തവരായിരിക്കാം. നക്ഷത്രം നോക്കി യാത്ര ചെയ്യുമ്പോൾ രാത്രിയിലല്ലേ നക്ഷത്രമുള്ളൂ. നക്ഷത്രമാണ് അവരെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം പകലിൽ അവർ റെസ്റ്റ് ചെയ്യും, രാത്രിയിൽ അവർ യാത്ര ചെയ്യും. അന്നേരം നക്ഷത്രം ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് ബേത്ലഹേമിൽ വന്നപ്പോൾ ആ നക്ഷത്രം അവിടെ നിന്നു. ആ മൂവ്മെൻറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു. വിദ്വാൻമാരല്ലേ, അവർ ബുദ്ധിയുള്ളവരാണ്. അവരന്വേഷിച്ചു ഇവിടെ ആരാ പാർക്കുന്നതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പാർക്കുന്ന ആരാണ്? യഹൂദന്മാരാണ്. അന്നേരം യഹൂദന്മാരായി പാർക്കുന്നിടത്താണ്. അന്നേരം ഇതെന്തൊരു ദിവ്യമായിട്ടുള്ള ഒരു ഈ നക്ഷത്രം ഇങ്ങനെ വന്നുകൊണ്ട് ഒരു രാജാവ് ജനിക്കുന്നതാണ് അവരുടെ ദൃഷ്ടിയിലുള്ളത്. രാജാവ് സ്വാഭാവികമായിട്ട് എവിടെ ജനിക്കുക? രാജകൊട്ടാരത്തിലെ. അതുകൊണ്ട് അവർ നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. അവർ തപ്പിപ്പിടിച്ച് രാജകൊട്ടാരത്തിൽ. അന്നേരം രാജാവ് അറിയാതിരിക്കത്തില്ലല്ലോ രാജാവ് ജനിച്ചിരിക്കുന്നത്. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും അങ്ങനെ ആരും ജനിച്ചിട്ടില്ല. ബേത്ലഹേമിലെ രാജകൊട്ടാരത്തിലൊന്നും ഈ മശിഹ അല്ലെങ്കിൽ ഈ രാജാവ്, ഇസ്രായേലിന് അധിപതിയായിരിക്കുന്ന രാജാവ് ഭരിച്ചിട്ടില്ല. ഉടൻ തന്നെ ഹേരോദാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. മത്തായി 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴത് നമുക്ക് കാണാം. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വേർ ക്രൈസ്റ്റ് ഷുഡ് ബി ബോൺ? ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ആ ചോദ്യം യേശു എന്നൊന്നുമല്ല, ക്രിസ്തു എവിടെ ജനിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. അതിന് ഉടൻ തന്നെ എടുത്ത പടിയിൽ ഉത്തരം. അവരാലോചിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമുള്ള സംഭവമൊന്നുമില്ല. ആലോചിക്കുകയൊന്നുമല്ല. കാരണം ഞങ്ങൾ ചോദിച്ചിട്ട് വരാം, ഞങ്ങൾ നോക്കിയിട്ട് വരാമെന്നല്ല. ഉടൻ തന്നെ എടുത്തടി ഉത്തരം യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. അത് അവർക്കറിയാമായിരുന്നു കർത്താവ് ഈ ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. കാരണം ഒരുപാട് പഴയ നിയമത്തിൽ ഒരുപാട്
പ്രൊഫസിയുണ്ട്. യെശയ്യാവ് 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. അതൊരു പ്രൊഫസിയാണ്, പഴയ പ്രൊഫസിയാണ്, അതവർക്കറിയാം. യെരമ്യാവ് 31:15 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊല്ലും എന്നുള്ള ഒരു കാര്യം പ്രൊഫസിയായിട്ട് പറഞ്ഞിരിക്കുന്നു. രാമയിലൊരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായ കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ കുറിച്ച് കരയുന്നു. അതൊരു പ്രൊഫസിയാണ്. രാമയിൽ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ പിന്നീട് ഒരു പ്രൊക്ലമേഷൻ, ഒരു ഡിക്ലറേഷൻ വന്നിട്ട് രാജാവ് കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കാം. എന്നാൽ അതൊരു പ്രൊഫസിയാണ്. 2 വയസ്സിൽ താഴെയുള്ളവരെ കൊല്ലുന്നു. അവരുടെ കുടുംബത്തിൽ എന്തിനാണ്? അവിടെ ഒരു രാജാവ് വന്നു, അവൻ ഹെരോദാവിനെ ഓവർടേക്ക് ചെയ്യരുത്, അതിനുവേണ്ടി കൊല്ലുകയാണ്. സക്കറിയാവ് 9:9 യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രൊഫസി അവിടെ വന്നിരിക്കുന്നു. സക്കറിയ 11:12 ഞാൻ അവരോട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായ 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അവർക്കറിയാമായിരുന്നു, ക്ലിയറായിട്ട് അറിയാമായിരുന്നു. യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്നും അവന് മെസ്സിയായിട്ട് വരുമെന്നും ഒക്കെ അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇത്രയും അറിയാവുന്നിട്ടും യേശുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ കാലത്ത് ഈ യഹൂദന്മാർ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, ഓരോ സ്റ്റെപ്പുകളായിട്ട്. കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അങ്ങനെ ഉണ്ടായി. രണ്ടാമത് കുട്ടികളെ കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടു. ഈ സമയത്ത് അവർ തിരിച്ചറിഞ്ഞില്ല. പിന്നെ കർത്താവ് ഹോശന്ന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് വരുന്നു. ആ സമയത്ത് അവർ അറിഞ്ഞില്ല, അവർ ചെയ്തില്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ പ്രോഫസി അത് നിർവഹിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അവരെ ഭരിച്ചുകൊണ്ടിരുന്ന പീലാത്തോസിന് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാമായിരുന്നു. പീലാത്തോസ് കർത്താവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം പീലാത്തോസ് അവിടെ ഗവർണറാണെങ്കിലും പീലാത്തോസ് ഈ അവിടെ റയോട്ട്സ്, അക്രമങ്ങൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവിടെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഭരണം റോമൻ ചക്രവർത്തിയുടെ കീഴിലാണ്, യഹൂദന്മാരാണ് കൂടുതലുള്ളത്. അവർ അവിടെ കയറിയിട്ട് ബഹളം ഉണ്ടാക്കരുതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പീലാത്തോസ് യേശുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. യേശു നീതിമാനായിരുന്നു എന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് ഓർഡർ ഇടുന്നതിന് മുമ്പ് പീലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കൈ കഴുകിയിട്ട് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്നത് കാണുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ജനങ്ങൾ മുഴുവൻ അവിടെ ആർത്ത് പറയുന്നത്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. അന്നേരം താഴെ മതഭ്രാന്തന്മാർ ക്രിസ്തുവിനോട് വലിയ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപുരോഹിതന്മാരെ യേശു വിമർശിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർ ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? യേശുവിനെ കൊല്ലാനായിട്ട്. അതാണ് പറയുന്നത്, അവരുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. അങ്ങനെയാണ് നേരത്തെ നമ്മൾ ചിന്തിച്ച പോലെ AD 70 അവർ ചിതറി. 1897 അത് തളിർക്കാൻ തുടങ്ങി. 1948 മെയ് 14 അത്തി തളിർത്തു. പിന്നെ കൊമ്പ് ഇളതായി എന്നേ കാണുന്നു. അവർക്ക് ഈവൻ കേരളത്തിൽ പോലും മാളയിലൊക്കെ വന്നിട്ട് അവർ താമസിച്ചായിട്ട് നമുക്കറിയാം. മാളയുടെ പേര്, ആ മീനിങ് അത് ഇബ്രു വേർഡിൽ നിന്ന് വന്നതാണ്, അഭയസ്ഥാനം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്നാൽ അവർ എല്ലാ രീതിയിലും, ടെക്നോളജിയിലായാലും എല്ലാ രീതിയിലും അഭിവൃദ്ധി പ്രാപിച്ചതായിട്ട് നമ്മളെ കാണുന്നു. അവരുടെ ഡിസ്കവറീസ്, സയൻസ്, അഗ്രികൾച്ചറ്, ആറ്റം ടെക്നോളജി, മിസൈല്, ലേസർ വാൾ, എല്ലാറ്റിലും അവർ എന്നുവെച്ചാൽ അവർ ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തി അവർ വളർന്നു. ലോകത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേനൽ എന്ന് പറയുന്ന ഏക കാരണം ഇസ്രായേലായി. ഇപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ആ പ്രൊഫസി ഏകദേശം അടുത്തിരിക്കുന്നു. അത്തി തളർത്തു, കൊമ്പിളതായി. അതുകൊണ്ട് വേനലടുത്തു എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണം അടുത്ത് നമ്മുടെ വാതിൽക്കൽ വരുന്നു. വേറൊരുത്തൻ അവൻ്റെ നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. അതിൻ്റെ ഒരു സാധ്യതകളായിരിക്കുന്നു എന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. സയൻസ്, ശാസ്ത്രം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ സിറ്റുവേഷൻ അതുപോലെ ആയിരിക്കുന്നു. അതുകൊണ്ട്
ഇനിയും യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ അടുത്ത സമയങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇനി സമയമെടുക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇമെയിലിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങളത് രേഖപ്പെടുത്തിയാൽ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. കാരണം ഇത് എസ്കറ്റോളജിക്കലായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇത് പലരും പല രീതിയിലുള്ള ആശയങ്ങൾ ഇതിനകത്തുണ്ട്, പല തിയറീസ് ഉണ്ട്. ഈ തിയറീസിലൊന്നും ഞാൻ കാര്യമായിട്ട് കയറുന്നില്ല. കാരണം ആ തിയറീസിൽ കയറിയാൽ പിന്നെ അത് ഡിസ്കസ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ബൈബിളിലുള്ള കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനമുള്ളതും അത് മാത്രമേ ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ തിയറീസ് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പ്രൂവ് ചെയ്യാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുക എന്നുള്ളതും നമ്മളെ കൂടുതലായിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ടീമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കൾ കർത്താവെ, ഇസ്രായേലിലെ യഹൂദജനം കർത്താവെ ഈ നാളുകളിൽ തെറ്റിയൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവെ, യേശുവിൻ്റെ വരവ് അറിയാമെന്നിട്ടും കർത്താവെ അവർക്കറിയാമായിരുന്നു എവിടെയാണ് യേശു ജനിക്കുന്നത്, ഏത് രീതിയിലാണെന്നൊക്കെ അറിയാമായിരുന്നുവെങ്കിലും എന്നാൽ അവരുടെ കർത്താവെ അന്ത്യകാലമായിരുന്നതിനാൽ അവരെ തന്നെ ഉയർത്തുവാനായിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ഞങ്ങൾ കാണുന്നു. എന്നാൽ അവർ എല്ലാ സമയങ്ങളിലും ഒരുങ്ങിയിരിക്കുകയാണ് ആൻറ്റിക്രൈസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ. അവർ ആൻറ്റിക്രൈസ്റ്റിനെ അതുപോലെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നതിൻ്റെ വചനത്തിൽ പറയുന്നു. കർത്താവെ, അതിനാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങിയിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, കൂടുതലായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അസുഖങ്ങളെ പനി ബാധിച്ച് ഇരിക്കുന്നു. അവരുടെ കുഞ്ഞിനും വിട്ടുമാറാത്ത പനിയുമായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പനിയെല്ലാം മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരവേദനയിലായിരിക്കുന്ന ചില ആളുകളുണ്ട്. കർത്താവെ, കൈയൊക്കെ ഉയർത്താൻ വയ്യാത്ത പ്രയാസങ്ങൾ, അതുപോലെ കർത്താവെ ഞരമ്പിൻ്റെ വേദന കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ചില ആളുകളെ ഒക്കെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ എല്ലാ വിടുതലുകളും അയക്കണമേ, എല്ലാ വേദനയിൽ നിന്നുള്ള വിടുതൽ നീ അയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ കർത്താവെ സ്വസ്ഥമായി ഉറങ്ങാനായിട്ട് മരുന്നിനൊക്കെയുള്ള വലിയൊരു റിലീസ് ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും മരുന്നുകൾ കഴിച്ചിട്ടും വിട്ടുമാറാത്ത പനികളൊക്കെ ഈ ദിവസങ്ങളിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുമച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ ചുമച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൊടുക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം, വിടുതലിനായിട്ട് സ്തോത്രം. നീ കൊടുത്താൽ അത് പെർഫെക്റ്റാണ്. കർത്താവെ, ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ടെമ്പററിയാണ്. കർത്താവിൻ്റെ എല്ലാം പെർഫെക്റ്റായിട്ടാണ് നീ ചെയ്യുന്നത്. നീ അവിടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ മിറക്കിൾസ് ഈ ദിവസങ്ങൾ ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ചില ആളുകളൊക്കെ കർത്താവിനെ അറിയാത്തവരുണ്ടല്ലോ, അവരൊക്കെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനായിട്ട് ഇന്ന് രാത്രികാലം ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ വചനം അവരെ ക്ലീൻ ചെയ്യട്ടെ, എൻ്റെ വചനം കർത്താവെ അവരുടെ ഹൃദയങ്ങളെ ട്രാൻസ്ഫോം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ ഉണ്ടല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.